ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ബോക്സ് അല്ല, മൊത്തത്തിലൊരു 3 ബോക്സ് ഉണ്ട്. ഒന്ന് മിന്ത്രയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, 2 മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതുമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വലിയ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. പക്ഷേ ഞാനത് ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, അതിനുള്ളിൽ ഐറ്റം കറക്റ്റൊക്കെ ആയിട്ടാണോ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിൻ്റെ പേരിൽ അൺബോക്സ് ചെയ്തിട്ട് തിരിച്ചതുപോലെ ബോക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്തത് ഒരു സ്ലിംഗ് ബാഗാണ്. വാവ ആവുന്നതിന് മുന്നേ ആയിരുന്നു ഇങ്ങനൊരു ബാഗൊക്കെ യൂസ് ചെയ്തതിന് ശേഷം പിന്നെ വാവയുടെ സ്നഗ്ഗ്, എക്സ്ട്രാ ഡ്രസ്സ്, ബോട്ടിൽ, ഇതിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടതുകൊണ്ട് തന്നെ ബാഗ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നു വാങ്ങണമെന്ന്. അങ്ങനെ എൻ്റെ ചേട്ടൻ എനിക്ക് ഓർഡർ ചെയ്ത് തന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു ടീൽ ബ്ലൂ കളറാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് PU ലെതർ മെറ്റീരിയലാണ്. പിന്നെ ഇതിനുള്ളിൽ 2 മെയിൻ കമ്പാർട്ട്മെൻറ്റും അതുപോലെ ഒരു ചെറിയ പോക്കറ്റ് കമ്പാർട്ട്മെൻറ്റും ആണുള്ളത്. ഈ പോക്കറ്റ് കമ്പാർട്ട്മെൻറ്റ് നമ്മുടെ കോയിൻസ് ഒക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് കംഫർട്ടബിൾ ആയിരിക്കും. ഇതിൻ്റെ കൂടെ നമുക്ക് 2 സ്ട്രാപ്പ് കിട്ടും. ഒന്ന് വന്നിട്ട് സെയിം ആ സ്ലിംഗ് ബാഗിൻ്റെ കളറിലുള്ള ഒരു സ്ട്രാപ്പും, പിന്നെ വേറൊന്ന് വന്നിട്ട് ഗോൾഡൻ കളറിലുള്ള ഒരു സ്ട്രാപ്പാണ്. ഈ സ്ട്രാപ്പ് അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു സ്ട്രാപ്പാണ്. പിന്നുള്ളത് ഈ ഒരു ഗോൾഡൻ കളറ് സ്ട്രാപ്പാണ്. ഇതിന് രണ്ടും നമുക്ക് റിമൂവബിളും ആണ്. നമുക്ക് വേണ്ടുമ്പോൾ അറ്റാച്ച് ചെയ്താലും മതി. അവ രണ്ടിലും ഇതുപോലെ ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട് അതിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ, ഈ ഒരു ഗോൾഡൻ കളർ സ്ട്രാപ്പ് നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇതുപോലെ കൊണ്ടുപോകാൻ നല്ല രസമായിരിക്കും. കയ്യിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ നല്ല രസമായിരിക്കും. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ആ ലെതറിൻ്റെ സെയിം കളറിലുള്ള ആ സ്ട്രാപ്പ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് കൂടുതലും കാഷ്വലായിട്ട് പുറത്ത് പോകുന്ന സമയത്തൊക്കെ ഇത് ഈ ഒരു സ്ട്രാപ്പ് ആയിരിക്കും കംഫർട്ടബിൾ. കാരണം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇടാം. അതുപോലെ ഇതിൻ്റെ ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. ഞാൻ കൂടുതൽ ഈ ഒരു സൈഡ് ചരിച്ചിട്ടാണ് ഇടാറ്. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ എഴുന്നേറ്റ് കാണിക്കാനുള്ള മടി കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് തന്നെ കാണിച്ചതേ ഉള്ളൂ. അടിപൊളി പ്രോഡക്റ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് ഐറ്റം നമ്മുടെ മീഷോ എന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് എന്താണെന്ന് എനിക്ക് ഓൾറെഡി അറിയാം. ഞാൻ ഇത് ശരിക്കും അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ വീഡിയോ എടുക്കുന്നതിന് കുറച്ച് മുന്നെയാണ് ഈ പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഞാനത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു ആർട്ടിഫിഷ്യൽ ഫേക്ക് നെയിൽ സെറ്റാണ്. ഇതും ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നു വാങ്ങണം എന്നുള്ളത്. കാരണം ഞാൻ നെയിൽ എക്സ്റ്റൻഷനും കാര്യങ്ങളൊന്നും ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ചെയ്യാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ മീഷോ ഒന്ന് അഫോർഡബിൾ ആയിട്ട് കിട്ടിയപ്പോൾ ഞാനൊരു സംഭവം വാങ്ങി. വളരെ അഫോർഡബിൾ ആണ്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ട് നല്ല നല്ല റിവ്യൂസ് ഇട്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു ഗമ്മ് വരുന്നുണ്ട്. ഈ ഗമ്മ് നല്ല സ്ട്രോങ് ആണെന്നുള്ള കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യണം എന്നൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പം ഇതിൽ അറൗണ്ട് ഒരു 100 ഫേക്ക് നെയിൽസ് ആണ് ഉള്ളത്. കൂടെ തന്നെ അത് റീയൂസബിളും ആണ്, ലൈറ്റ് വെയ്റ്റും ആണ്. അപ്പോൾ എൻ്റെ ഈ വിരലിനെക്കാട്ടി എത്രയോ നല്ല നെയിൽ ആണ് അതിനകത്തുള്ളതെന്നാണ് ഞാൻ ഈ കാണിച്ച എക്സ്പ്രഷൻ. പിന്നെ ഞാൻ അടുത്ത് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റാണ്. ഇത് മീഷോന്ന് തന്നെ വാങ്ങിയതാണ്. ഇത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്തുള്ളത് ഒരു സെൽഫി സ്മാർട്ട് ഫോൺ റിംഗ് ലൈറ്റ് ആണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടി റിംഗ് ലൈറ്റ് ആണ്. ഇതിൻ്റെ വേറെ കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. എനിക്ക് ഈ ഒരു കളർ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്ത് വാങ്ങിയത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ചെറിയൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈറ്റ് ഓൺ ആയി വരുന്നത്. അപ്പോൾ അതിന് ആദ്യത്തെ പ്രാവശ്യം നമ്മളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോർമൽ ഒരു ലൈറ്റും, പിന്നെ ഒന്നും കൂടി അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ലൈറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഈ റിംഗ് ലൈറ്റ് നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കേബിളും കൂടി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും ആ റിംഗ് ലൈറ്റിനുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനത് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ബോക്സ് എടുത്ത് അറ്റാച്ച് ചെയ്യാൻ നോക്കിയപ്പോൾ അത് നടന്നില്ല. എൻ്റെ മൊബൈലിൽ വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ട് എൻ്റെ അടുത്ത് വേറെ മൊബൈൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് നമ്മുടെ മീഷോൻ്റെ നെയിലിൽ കിട്ടിയ ആ ഒരു ബോക്സില്ലേ അതിനകത്ത് ഞാനൊന്ന് അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ ഓപ്പൺ ചെയ്ത് അതിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് അതിൽ ഇരിക്കുകയും ചെയ്യും. അതുപോലെ നമുക്ക് സെൽഫിയോ അല്ലെങ്കിൽ നമുക്ക് ഇരുട്ടുള്ള സമയത്തൊക്കെ വീഡിയോ എടുക്കണമെങ്കിലൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ റിംഗ് ലൈറ്റ് മീഷോന്ന് എനിക്ക് നല്ല അഫോർഡബിൾ പ്രൈസിനാണ് കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ.